Hey guys, welcome back to the channel Neat Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് ലോസ് ഓഫ് മോഷന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള പാർട്ടും ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കാണാത്തവരാണെങ്കിൽ അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ ഈ ഒരു ഭാഗം കാണുന്നതിന് മുമ്പ് തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ഇത് ചോദ്യം നോക്കുക, വെക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആക്ച്വലി. അതായത് നിങ്ങൾക്ക് 6 വെക്ടേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാ 6 വെക്ടേഴ്സ്? വെക്ടർ എ ഉണ്ട്, ബി ഉണ്ട്, സി ഡി ഇ എഫ് എല്ലാം കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് റിസൾട്ടന്റ് എഫ് ആണ് കിട്ടുന്നത്. റിസൾട്ടന്റ് എഫ് ആണ് കിട്ടുന്നത്. അപ്പൊ ഏതൊക്കെ തമ്മിൽ വെക്ടർ ആയിട്ട് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിസൾട്ടന്റ് എഫ് കിട്ടുന്നത്? അതാണ് ചോദ്യം. സോ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ലോജിക്കായിട്ട് ഒന്ന് ചിന്തിക്കുക. അതായത് എഫിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക്, ഇതാണ് റിസൾട്ടന്റ് എഫ്, വെക്ടർ എഫ്. സോ ക്ലിയർലി ഇങ്ങോട്ടേക്കായിരിക്കും അതിന്റെ വൈ കമ്പോണന്റ്, ഇത് ഇങ്ങോട്ടേക്ക് അതിന്റെ എക്സ് കമ്പോണന്റ്. അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ, എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും. അപ്പോ ഈ ഒരു മുകളിലോട്ടേക്ക് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ആരാ? മുകളിലോട്ടേക്ക് കാണിച്ചിരിക്കുന്നത് ഡി അല്ലേ? ഡി അല്ലേ? സോ ദിസ് ഈസ് ആക്ച്വലി വെക്ടർ ഡി. അതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഏത് വെക്ടർ? ഇ ആണ് അല്ലെ? ഹൊറിസോണ്ടൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇ ആണ്. അപ്പൊ വെക്ടർ ഇയും അതേപോലെ വെക്ടർ ഡിയും, വെക്ടർ ഡിയും അതേപോലെ വെക്ടർ ഇയും കൂടി ചേർന്നതാണ് വെക്ടർ എഫ്. വെക്ടർ എഫ്, വെക്ടർ ഡി പ്ലസ് വെക്ടർ ഈക്വൽ ടു വെക്ടർ എഫ്. സോ ഓപ്ഷൻ നമുക്ക് സി ആണ് വരുന്നത്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യം നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ടിലൂടെ പറഞ്ഞു തരാം. ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. പെർസെന്റേജ് ചേഞ്ച് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഒരു സ്റ്റോണ് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന മൊമെന്റം പി ആണ്. താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന മൊമെന്റം പി ആണ്. ആൻഡ് ഇഫ് ദി സെയിം സ്റ്റോൺ ഇസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് 100% മോർ. ഈ 100% മോർ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിഷ്യൽ ഹൈറ്റ് നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യണമെന്ന് വിചാരിക്കുക, 100 മീറ്റർ. ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത് 200 മീറ്റർ ആയിരിക്കും. ഫൈനൽ ഹൈറ്റ് എന്ന് പറയുന്നത് 200 മീറ്റർ. അതാണ് 100% ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100% കൂടുതലാണെന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇനിഷ്യൽ ഹൈറ്റ് 100 ആണെങ്കിൽ ഫൈനൽ ഹൈറ്റ് 200 ആണ്. സോ വാട്ട് ഇസ് ദി ഫൈനൽ മൊമെന്റം? അതാണ് ചോദ്യം. സോ മൊമെന്റം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, മൊമെന്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആൻഡ് വി നോ വെലോസിറ്റി ഓൺ റീച്ചിങ് ബോട്ടം റൂട്ട് ഓഫ് 2gh ആണ്. വെലോസിറ്റി ഓൺ റീച്ചിങ് ദി ബോട്ടം റൂട്ട് ഓഫ് 2gh ആണ്. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതില് മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, g കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ആകപ്പാടെ ഹൈറ്റ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ അല്ലെ? ആകപ്പാടെ ഈ ഒരു ഹൈറ്റ് മാത്രമാണ് വേരി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പെർസെന്റേജ് ചേഞ്ച് ഒക്കെ കാണുമ്പോൾ പി ഈക്വൽ ടു റൂട്ട് എച്ച് അങ്ങോട്ട് എടുത്താൽ മതി. മാസും കോൺസ്റ്റന്റ്സിനൊക്കെ കളയാം. പി ഈക്വൽ ടു റൂട്ട് എച്ച്, പി ഈക്വൽ ടു റൂട്ട് എച്ച്. അപ്പോ ഞാൻ തൽക്കാലം ഇവിടെ 2 കോളം വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഹൈറ്റും ഇവിടെ പി ഈക്വൽ ടു റൂട്ട് എച്ചും. ഇനിഷ്യലി നമ്മൾ ഹൈറ്റും 100 ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മൊമെന്റം ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് 100, ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. ഫൈനൽ ഹൈറ്റ് നമ്മൾ 100% ഇൻക്രീസ് ചെയ്തു, 200 ആയി. അപ്പൊ ഫൈനൽ മൊമെന്റം എന്തായിരിക്കും? റൂട്ട് 200 ആയിരിക്കും. എന്ന് വെച്ചാൽ 10 ഇൻറ്റു റൂട്ട് 2 അല്ലെ? 10 ഇൻറ്റു റൂട്ട് എന്ന് വെച്ചാൽ എത്രയാ? 10 ഇൻറ്റു 1.414, ദാറ്റ് ഈസ് 14.1 എന്ന് കിട്ടും. 14.1. സോ മൊമെന്റം എന്ന് പറയുന്നത് എത്ര ഇൻക്രീസ് ചെയ്യുന്ന? ഡെൽറ്റ പി. മൊമെന്റം ഈസ് ഇൻക്രീസിംഗ് ഫ്രം 10 to 14.4. സോ ഇനിഷ്യൽ മൊമെന്റം 10 ആണെങ്കിൽ ഫൈനൽ മൊമെന്റം 14.1 എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ ഇനിഷ്യൽ മൊമെന്റം 100 ആണെങ്കിൽ ഫൈനൽ മൊമെന്റം 141 ആയിരിക്കും. ഇനിഷ്യൽ മൊമെന്റം 1000 ആണെങ്കിൽ ഫൈനൽ മൊമെന്റം 1410. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പെർസെന്റേജ് എന്നൊക്കെ പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് 100 മതി. അപ്പൊ ഇനിഷ്യൽ മൊമെന്റം 100ഉം ഫൈനൽ മൊമെന്റം 41 ആണെങ്കിൽ എത്ര ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 41 അല്ലേ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അല്ലെ? 100ന് വിത്ത് റെസ്പെക്ട് ടു ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ അതിനെ പെർസെന്റേജ് എന്നാ പറയാം. അപ്പൊ 41% ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്ന ഓപ്ഷൻ ബി. 41% ഓപ്ഷൻ ബി. ഓക്കെ,
അടുത്ത ചോദ്യം. സോ ഈ ഒരു ചോദ്യത്തില് ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 6i - 8j + 10k, എക്സലറേഷൻ 1 തന്നിട്ട് മാസ് എന്താണെന്ന ചോദ്യം. സോ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? വെക്ടറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √6² + 8² + 10² എന്ന് വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് √200 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ √200 എന്ന് കിട്ടും, അല്ലെങ്കിൽ 10√2 എന്ന് കിട്ടും. ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഫോഴ്സ് ഈക്വൽ ടു നമുക്ക് MA എന്ന് എഴുതാം, അല്ലെങ്കിൽ M ഈക്വൽ ടു ഫോഴ്സ് ബൈ A എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് 10√2 ഡിവൈഡഡ് ബൈ എക്സലറേഷൻ 1 തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 10√2 കിലോഗ്രാം എന്ന് തന്നെ കിട്ടും. 10√2 കിലോഗ്രാം ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കുക. എ ക്രിക്കറ്റർ ഓഫ് മാസ് 150 ഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യാണ്. ആ ക്യാച്ച് ചെയ്യുന്ന ഒരു ടൈം ഇന്റർവെൽ 0.1 സെക്കൻഡ് ആണ്. സ്പീഡ് 20 മീറ്റർ/സെക്കൻഡിലാണ് ബോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താ? F ഈക്വൽ ടു M ഇൻറ്റു എക്സലറേഷൻ ആണല്ലോ, അല്ലെങ്കിൽ M ഇൻറ്റു V - U/T എന്ന് എഴുതാം. മാസ് 150 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ SI യൂണിറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് എഴുതണം. വെലോസിറ്റി 20, ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ ഫൈനൽ വെലോസിറ്റി 0യും ഇനിഷ്യൽ വെലോസിറ്റി 20 ആയിട്ട് എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ മതി. ഓപ്ഷൻ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട. മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ മതി. V - U എന്നുള്ളത് V ഈക്വൽ ടു 0യും U ഈക്വൽ ടു 20 എന്ന് എടുക്കുക. മാഗ്നിറ്റ്യൂഡ് ഓൺലി. ടൈം ടേക്കൺ 0.1 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുക? 150, അതായത് 0 0 10⁻²200 30 അല്ലേ വരുന്നത്? 30 ന്യൂട്ടൺ അല്ലേ വരുന്നത്? അല്ലേ? 1.5 that is equal to 0.15 into 200 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 15 into 2 30 എന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കണം, നമ്മൾ F ഈക്വൽ ടു ശരിക്കും M ഇൻറ്റു A എന്ന് എഴുതാം. പക്ഷെ ശരിക്കും ഫോഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് അല്ലെ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ? അപ്പൊ ഇതില് ചിലപ്പോൾ മാസ് ആയിരിക്കും കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വെലോസിറ്റി ആയിരിക്കും കോൺസ്റ്റന്റ്, ഡിപെൻഡ് അപ്പോൺ ദി ക്വസ്റ്റ്യൻ. ഇഫ് മാസ് ഈസ് കോൺസ്റ്റന്റ് യു ക്യാൻ റൈറ്റ് ആസ് M ഇൻറ്റു dV/dt. അങ്ങനെയാണ് നിങ്ങൾക്ക് M ഇൻറ്റു A എന്ന് കിട്ടുന്നത്. ഇനി മാസ് വേരി ചെയ്യുന്നുണ്ട് വിചാരിക്കും, വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ് എങ്കിൽ യു ക്യാൻ റൈറ്റ് ആസ് V ഇൻറ്റു dm/dt. അപ്പൊ ഇതും എന്തിന്റെ ഇക്വേഷൻ ആണ്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ ഇക്വേഷൻ തന്നെയാണ്. F ഈക്വൽ ടു V ഇൻറ്റു dm/dt. ഇനി ഇതിൽ ശ്രദ്ധിക്കുക, ഒരു റോക്കറ്റിന്റെ ഫ്യൂവൽ ബേൺ ചെയ്യുന്നുണ്ട് അറ്റ് ദി റേറ്റ് ഓഫ് 1 kg/s. അപ്പൊ അവിടെ dm/dt ആണ് അവിടെ തന്നിരിക്കുന്ന 1 kg/s എന്ന് പറയുന്നത്. വെലോസിറ്റി എന്താ തന്നിരിക്കുന്നത്? 60 km/s. വെലോസിറ്റി 60 kg/s. സോ വാട്ട് ഈസ് F ഈക്വൽ ടു V ഇൻറ്റു, അപ്പൊ 60 ഇൻറ്റു 10⁻³ എന്തിനാണ് ഞാൻ 10⁻³ എന്ന് മൾട്ടിപ്ലൈ ചെയ്തെന്ന് അറിയോ? ഈ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ വെലോസിറ്റി. ഇൻറ്റു dm/dt 1 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് 6 ഇൻറ്റു 40 വരും അല്ലെ? 60,000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. അപ്പൊ ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ MA എന്ന് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മാസ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ V ഇൻറ്റു dm/dt ആയിരിക്കും ഇക്വേഷൻ. ഓക്കെ, next question. A rigid ball of mass M strikes a rigid wall with 60° കാണുന്നുണ്ട് ഫിഗറിൽ and gets reflected without loss of speed as shown in figure. ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണെന്ന ചോദ്യം. വാട്ട് ഈസ് ഇമ്പൾസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം? അപ്പോ ഞാൻ ഈ ഫിഗർ വേറെ ഒന്നുകൂടി വരയ്ക്കാം. ഇങ്ങനെയാണ് ബോൾ വരുന്നത്, തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു
അറ്റ് ആൻ ആംഗിൾ രണ്ടും 60 ഡിഗ്രി അല്ലേ? ഇങ്ങോട്ടേക്ക് വരുന്നു, റീബൗണ്ട് ചെയ്യുന്നു. ഇതില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെലോസിറ്റി രണ്ട് കേസിലും വെലോസിറ്റി v തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, താഴത്തേക്ക് അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, അതിന്റെ റിസൾട്ടന്റ് ആണ് നമ്മുടെ v എന്ന് പറയുന്നത്. ഡൗട്ടില്ലല്ലോ? അതേ തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും? vx vy ഉണ്ടാകും, ഇങ്ങോട്ടേക്ക് ഹൊറിസോണ്ടൽ ഉണ്ടാകും. ആൻഡ് ദിസ് ഈസ് അവർ റിസൾട്ടന്റ് വെലോസിറ്റി. ഇതില് ചേഞ്ച് ഇൻ മൊമെന്റം എലോങ് y ഡയറക്ഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പൊ ഇനിഷ്യലി vy താഴത്തോട്ടേക്കാണ്, ഫൈനൽ vy താഴത്തോട്ടേക്കാണ്. അപ്പോ ചേഞ്ച് ഇൻ മൊമെന്റം എലോങ് y ഡയറക്ഷൻ 0 ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എലോങ് y ഡയറക്ഷൻ 0, കാരണം രണ്ടും ഡയറക്ഷൻ താഴത്തോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം എലോങ് x ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഇനിഷ്യലി വെലോസിറ്റി ഹൊറിസോണ്ടൽ കമ്പോണന്റ് vx ആണ്, ഫൈനലും vx ആണെന്ന് നിങ്ങൾ പറയും. പക്ഷെ നോക്കിയ ഡയറക്ഷൻ റിവേഴ്സ് ആണ്. ഇത് ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ ഇത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 into vx എന്ന് കിട്ടുക, ചേഞ്ച് ഇൻ മൊമെന്റം 2 into vx. ഈ vx എന്ന് വെച്ചാൽ വാട്ട് ഇസ് vx equal to v cos theta, not v, this is delta v, sorry, this is not delta p, delta v ആണ്. അപ്പൊ ഇവിടെ 2 into vx അല്ലെങ്കിൽ 2v cos theta, this is the resultant change in velocity. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് m into delta v ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറയുന്നത് m into delta v ആണ്. ദാറ്റ് ഈസ് m into delta v എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കിട്ടി 2v cos theta ആണ്. അപ്പൊ 2 into mv into cos theta എന്ന് കിട്ടും. തീറ്റയ്ക്ക് 60 ഡിഗ്രി എന്ന് കൊടുക്കുക. അപ്പോ 2 into mv into cos 60ന്റെ വാല്യൂ 1/2 ആണ്. നിങ്ങൾക്ക് mv തന്നെ കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ മൊമെന്റം ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവിടുത്തെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് വെച്ചാൽ 2mv cos theta അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു 2mv cos theta. ഇതുപോലെ ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2000 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ പഴയ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും പല രീതിയിൽ അവർ ചോദിക്കുന്നത്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്യില്ല, കുറെ ക്വസ്റ്റ്യൻസ് പക്ഷെ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നീറ്റിന് ചോദിക്കുന്നത്. ഇപ്പൊ സെയിം ക്വസ്റ്റ്യൻ അല്ലേ, മാസ് 3 കിലോഗ്രാം തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം ഒക്കെ തന്നിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആംഗിൾ 60 ഡിഗ്രീസ് മേക്കിംഗ് വിത്ത് റെസ്പെക്ട് ഉണ്ടാവും. ഒരു ചോദ്യം സെയിം ക്വസ്റ്റ്യൻ, പക്ഷെ ഇവിടെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ തന്നിരിക്കുന്നത്. അത് വെർട്ടിക്കൽ ആയിട്ട് 60 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിട്ട് 30 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഹൊറിസോണ്ടൽ ആയിട്ട് 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഇമ്പൾസിന് പകരം ഫോഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ചേഞ്ച് ഇൻ മൊമെന്റം എന്തായിരിക്കും? വാട്ട് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം? 2mv cos theta എന്ന് ഞാൻ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ മെയ്ഡ് വിത്ത് എക്സ് ആക്സിസ്. 2 into മാസിന് 3 എന്ന് കൊടുക്കുക. വെലോസിറ്റി തന്നിട്ടില്ലല്ലോ, സോ വെലോസിറ്റി തന്നിട്ടില്ല. അടിപൊളി, വെലോസിറ്റി തരാതെ നമുക്ക് കിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ v എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. 2mv into cos 30 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 into 3 6v into √3/2 3√3v എന്ന് കിട്ടും. ദിസ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു 3√3 into v എന്ന് കിട്ടും. ഇനി ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇന്റർവെൽ ചെയ്താൽ മതി. 3√3 into v ഡിവൈഡഡ് ബൈ 0.2 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 15 into √3v എന്ന് കിട്ടും അല്ലെ? 15 into √3v അത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ടേക്ക് വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ തൽക്കാലം v equal to 10 എന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യാം. ഇങ്ങോട്ടേക്കും തന്നിട്ടുണ്ടല്ലോ 10 എന്ന് നോക്കി. വെലോസിറ്റി ഫിഗറിൽ തന്നിട്ടുണ്ട് കേട്ടോ, അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്റെ മിസ്റ്റേക്കാ നോക്കാത്തത്. സോ വെലോസിറ്റി 10 എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഈക്വൽ ടു 10 എന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, 10 തന്നിട്ടുണ്ട്. സോ 15 into √3 into 10, അപ്പൊ 150√3 എന്ന് കിട്ടും. 150√3 ന്യൂട്ടൺ. 150√3 ഓപ്ഷൻ.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരു അതില് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒരു ഷെല്ല് അല്ലെങ്കിൽ ബോംബ് അറ്റ് റെസ്റ്റ് എക്സ്പ്ലോഡ് ചെയ്യാണ്. A shell or bomb at rest explodes. ആ പാർട്ടിക്കിൾസ് എങ്ങനെ മൂവ് ചെയ്യും? ഡിഫറെന്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. സോ ദാറ്റ് വെക്ടർ സം ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. വെക്ടർ സം ഓഫ് ദി മൊമെന്റം ഈക്വൽ ടു 0. They will move in a plane. ആ പീസസിന്റെ വെക്ടർ സം ഓഫ് മൊമെന്റം 0. കാരണം എന്താ? ഫോഴ്സ് എന്ന് വെച്ചാൽ dp/dt ആണ്. സ്കെയിലർ ആയിട്ട് പറയുകയാണെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കും. നെക്സ്റ്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിനടുത്ത് എന്താ? ചേഞ്ച് ഇൻ മൊമെന്റം 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വെക്ടർ സം 0 ആയിരിക്കും. അപ്പോൾ whenever എക്സ്റ്റേണൽ ഫോഴ്സ് 0, ഈ ബോംബൊക്കെ പൊട്ടുന്നത് ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ്. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയതുകൊണ്ട് അതിന്റെ വെക്ടർ സം എന്തായിരിക്കും? 0 ആയിരിക്കും. ആ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഒരു ബോംബ് 3 പീസായിട്ടാണ് പൊട്ടുന്നത്. അതിൽ 2 എണ്ണം റൈറ്റ് ആംഗിളിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 പീസ് റൈറ്റ് ആംഗിളിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു മാസ് 1 കിലോഗ്രാമും അതിന്റെ സ്പീഡ് 12ആണ്. മാസ് 1ഉം സ്പീഡ് 12ഉം ആണ്. ഇതാണ് ആദ്യത്തെ പീസിന്റെ മൊമെന്റം. ആദ്യത്തെ പീസിന്റെ മൊമെന്റം 1 × 12 കിട്ടും. അതുപോലെ രണ്ടാമത്തെ പീസ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ മാസ് 2 തന്നിട്ടുണ്ട്, അതേപോലെ സ്പീഡ് 8 തന്നിട്ടുണ്ട്. മാസ് 2 തന്നിട്ടുണ്ട്, സ്പീഡ് 8. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 16. അപ്പൊ ഇതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് മൊമെന്റം √p1² + p2² അല്ലേ? √p1² + p2² ആയിരിക്കും. റിസൾട്ടന്റ് മൊമെന്റം എന്ന് പറയുന്നത് √p1² + p2² ആയിരിക്കും. എന്നുവെച്ചാൽ √16² + 12². സോ 4 × 5 20 എന്നല്ലേ വരുന്നത്? √400 അല്ലേ കിട്ടുക? 16² 256, 12² 144, √420 എന്ന് കിട്ടും. അപ്പൊ റിസൾട്ടന്റ് മൊമെന്റം നിങ്ങൾക്ക് ഇവിടെ 20 എന്ന് കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ വെക്ടർ സം ഓഫ് മൊമെന്റം 0 ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ പീസ് ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. മൂന്നാമത്തെ പീസ് P3, അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഒരു റിസൾട്ടന്റ് മൊമെന്റത്തിന് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആകുമ്പോഴല്ലേ നെറ്റ് മൊമെന്റം 0 ആവുള്ളൂ അല്ലെ? അപ്പൊ P3 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 20ക്ക് ഈക്വൽ ആയിരിക്കും. P3 എന്ന് വെച്ചാൽ എന്താ? m3 × v3, അത് 20ക്ക് ഈക്വൽ ആയിരിക്കും. അതിൽ m3 എന്ന് പറയുന്നത് അവര് കണ്ടുപിടിക്കണം, നമ്മൾ കണ്ടുപിടിക്കണം m3. അതിന്റെ വെലോസിറ്റി 4 തന്നിട്ടുണ്ട്. സോ m3 × 4 ആണ് 20 തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ m3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 20/4, that is equal to 5 കിലോഗ്രാം എന്ന് കിട്ടും. This is the mass of third piece. ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഒരു ബോഡിന്റെ എക്സ്റ്റേണൽ ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ സെയിം 0 ആണെങ്കിൽ വെക്ടർ സം ഓഫ് ദെയർ മൊമെന്റം 0, നെറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം 0 ആയിരിക്കും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അടുത്ത ഇതുപോലെ ഒരു ചോദ്യം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പാർട്ട്. സോ ഇവിടെ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 3 മാസമായിട്ട് മാറുന്നുണ്ട്. കണ്ടോ, ഇതും 2001 ചോദിച്ച ചോദ്യം. ഇപ്പൊ 1 കിലോഗ്രാം ഉണ്ട്. ഓക്കെ, അതിന്റെ റേഷ്യോ 1:1:3 ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മാസ് എന്ന് പറയുന്നത് 1/5 ആയിരിക്കും. സെക്കൻഡ് മാസ് എന്ന് പറയുന്നത് 1/5 ആയിരിക്കും. തേർഡ് മാസ് എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. എന്നാലേ ടോട്ടൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ 1 കിലോഗ്രാം കിട്ടുള്ളൂ. 1 കിലോഗ്രാമിനെ 1:1:3 സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ 1/5, 1/5, 3/5 എന്ന് കിട്ടും. അതില് m1 ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി v1, m2 ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് വെലോസിറ്റി v2. അതിൽ m1 v1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/5 × v30 തന്നിട്ടുണ്ട്. You will get 6 unit. Similarly m2 v2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതും 1/5 × 30 തന്നെയാണ്. സെയിം മാസ്, സെയിം വെലോസിറ്റി, അതും എന്തായിരിക്കും? 6 യൂണിറ്റ് ആയിരിക്കും അല്ലെ? ഇതും 6 ആണ്, ഇതും 6 ആണ്. അപ്പൊ ഇവിടുത്തെ റിസൾട്ടന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? √6² + 6², that is equal to 6√2 എന്ന് കിട്ടും.
റിസൾട്ടന്റ് മൊമെന്റ് എന്ന് വെച്ചാൽ 6 into √2 എന്ന് കിട്ടും. അപ്പൊ മൂന്നാമത്തെ പീസ് m3 v3 എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ m3 into v3 ന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? 6√2 ഈക്വൽ ആയിരിക്കും. m3 എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? വാട്ട് ഈസ് m3 ഈക്വൽ ടു 3/5 കിലോഗ്രാം ആണ്. ഇൻറ്റു v3 ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 6√2 കിട്ടുന്നത്. അപ്പൊ v3 ഈക്വൽ ടു എന്ത് കിട്ടും? 6 into √2 into 5/3 എന്ന് കിട്ടും. That is equal to 10√2 meter per second എന്ന് കിട്ടും. 10√2 meter per second. That is option E. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ സെക്കൻഡ് പാർട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പാർട്ട് നെക്സ്റ്റ് ഡേ തന്നെ ചെയ്യാം, മൂന്നാമത്തെ പാർട്ട്. സോ അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ.